മായ നാമം ഇന്ന് വൈകസമയത്ത് ഒരിക്കൽ കൂടി മഹത്വപ്പെടട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വിലയേറിയ സാന്നിധ്യവും കൃപയും ഈ നാളുകളിൽ അനുഭവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെല്ലാവരെയും നടത്തുന്ന ദൈവം നമ്മെ പരിപാലിക്കുന്ന വിധങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടും വളരെ പ്രതീക്ഷയോടും ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർക്കുന്നു. കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. വേഗത്തിൽ ദൈവ വചന ശുശ്രൂഷയിലേക്ക് ഇന്ന് രാത്രിയിൽ പ്രവേശിപ്പാൻ ഈ വൈകിയ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നു. ലേവ്യ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വേഗത്തിൽ വരാം. നിങ്ങളിൽ 5 പേർ 100 പേരെ ഓടിക്കും. നിങ്ങളിൽ 100 പേർ 10,000 പേരെ ഓടിക്കും. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മുൻപിൽ വാളിനാൽ വീഴും. കേൾക്കുന്നവർ നല്ലൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഈ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ആ വാക്യത്തെ മാത്രം, ലേവ്യ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം മാത്രം ഞാൻ എടുക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഇതിനോട് ചേർത്ത് തന്നെ ഒരു വാക്യം കൂടെ, ഒരു ഭാഗം കൂടെ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നു. നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോട് അല്ല, പകരം വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സകലവിധ ദുഷ്ടാത്മാ സേനയോടും അത്രേ. ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം, ഹല്ലേലൂയ, ഇത് പ്രതികാരത്തിൻ്റെ വചനമല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മെ ബലപ്പെടുത്തുന്ന ഒരു വചനമാകട്ടെ എന്ന്, ഒരു ദൂതാകട്ടെ എന്ന് ഈ സന്ധ്യയിൽ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഈ ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന വചനം ഇങ്ങനെയാണ്: നിങ്ങളിൽ 5 പേർ 100 പേരെ ഓടിക്കും. നിങ്ങളിൽ 100 പേർ 10,000 പേരെ ഓടിക്കും. നടക്കുന്ന കാര്യമാണോ പറയുന്നത്? ആണോ? നടക്കുന്ന കാര്യമാണോ പറയുന്നത്? ശത്രു നിന്നേക്കാൾ ബലവാനാ. ആമേൻ. ശത്രു നിന്നേക്കാൾ ശക്തനാ, അവൻ ബലവാനാണ്. സ്തോത്രം. നിനക്കെതിരെ പാളയം ഇറങ്ങിയിരിക്കുന്ന നിന്റെ ശത്രു, നിന്റെ മുൻപിൽ പാളയമിറങ്ങി നിൽക്കുന്ന ശത്രു നിന്നേക്കാൾ വലുതാണ്. എണ്ണത്തിൽ ആയാലും ബലം കൊണ്ടായാലും നിന്നേക്കാൾ വലിയവനായ, നിന്നേക്കാൾ ബലവാനായ, നിന്നേക്കാൾ ശക്തനായ ശത്രു നിനക്കെതിരെ പാളയം ഇറങ്ങിയിരിക്കുമ്പോൾ മാനുഷിക ബുദ്ധി കൊണ്ട്, മാനുഷിക ചിന്ത കൊണ്ട് ചിന്തിച്ചാൽ ഒരു പക്ഷേ ഇത് എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന്, എന്നെ കൊണ്ട് കഴിയില്ല എന്ന് ചിന്തിക്കുന്ന കാര്യം ഈ നാളുകളിൽ ദൈവം നിന്നെ കൊണ്ട് ചെയ്യിപ്പാൻ പോകുകയാണ്. സ്തോത്രം. ആമേൻ. ഈ ഉപവാസ പ്രാർത്ഥനകൾ തുടങ്ങുന്നതിന് മുൻപേ ഉള്ള ഈ വിശുദ്ധ ദിവസത്തിൽ ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, ഈ നാളുകളിൽ നിന്നേക്കാൾ ബലമേറിയ, നിന്നേക്കാൾ എണ്ണത്തിൽ കൂടിയ, നിന്നേക്കാൾ ശക്തനായ നിന്റെ പ്രതിയോഗിയെ ഈ നാളുകളിൽ നീ ജയിക്കാൻ പോകുകയാണ്. സ്തോത്രം. ഇന്ന് ശ്രദ്ധിക്കുക. സ്തോത്രം. നിന്റെ കൂട്ടത്തിൽ 5 കാണത്തുള്ളൂ എന്നാൽ ശത്രുപക്ഷം 100 ആയിരിക്കാം. എന്നാൽ 5 നിന്നെ കൊണ്ട് ആ 100-നെ ജയിക്കാൻ, ആ 100-നെ ഓർപ്പിക്കാൻ. ആമേൻ. ഒരുപക്ഷെ നീ 100 ആയിരിക്കാം, നിന്റെ പ്രതിയോഗി, നിന്റെ ശത്രു 10,000 ആയിരിക്കാം. എന്നാൽ നിന്നെ കൊണ്ട് ആ 10,000-ത്തെ ഓർപ്പിപ്പാൻ ഈ ദിവസങ്ങളിൽ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ ബലഹീനനായിരിക്കുന്നവനെ സഹായിപ്പാൻ ഇറങ്ങി വരുന്ന എന്റെ ദൈവം ഈ ഞായറാഴ്ച ദിവസം ദൈവാത്മാവ് നിന്നെ നോക്കി പറയുന്നു,
പറയുന്നു, ഈ നാളുകൾ നിന്നേക്കാൾ ബലപ്പെട്ട, നിന്നേക്കാൾ ശക്തനായ നിന്റെ പ്രതിയോഗിയെ, നിന്റെ ശത്രുവിനെ ഈ നാളുകൾ നിന്റെ കരങ്ങളെ കൊണ്ട് തന്നെ ജയിപ്പാൻ എന്റെ ദൈവം നിന്നെ ബലപ്പെടുത്തുവാൻ പോവുകയാണ്. Praise the Lord. Praise the Lord. Hallelujah. ഇന്ന് വൈകിയ സമയത്ത് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, നിങ്ങളിൽ 5 പേർ 100 പേരെ ഓട്ടിക്കും. പറയാൻ പറ്റുമോ? നിങ്ങളിൽ 5 പേർ 100 പേരെ ഓട്ടിക്കും. നിങ്ങളിൽ 100 പേർ 10,000 പേരെ ഓട്ടിക്കും. സ്വത്രം പറഞ്ഞാട്ടെ, ഈ ദിവസങ്ങളിൽ നീ ചിലരെ ഓട്ടിക്കുവാൻ പോകുകയാണ്. നീ ചിലരെ ഓട്ടിക്കുവാൻ പോകുകയാണ്. മനസ്സിലായില്ല? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നിന്നേക്കാൾ ശക്തരായ, നിന്നേക്കാൾ വലിപ്പമേറിയ, പറ്റുമോ? ഒന്ന് നമ്മുടെ ബുദ്ധിയിൽ ഒന്ന് ചിന്തിച്ചേ. 5 പേരെ കൊണ്ട് 100 പേരെ ഓട്ടിക്കാൻ പറ്റുമോ ബ്രദറെ? പറ്റുമോ? ഒരു വഴിയില്ല, ഒരു ശതമാനം പോലും സാധ്യതയില്ല. പക്ഷെ കർത്താവ് പറയുന്നു, നിന്നെ കൊണ്ട് കഴിയാത്തതിനെ, അതാണ് ഇന്നത്തെ ദൂത്, നിന്നെ കൊണ്ട് കഴിയാത്തതിനെ ദൈവം നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്നു. ലോകത്തിന്റെ കണ്ണിൽ മനുഷ്യന്റെ ബുദ്ധിക്ക്, മനുഷ്യന്റെ അറിവിന്, മനുഷ്യന്റെ ബലത്തിന് കഴിയില്ലെന്ന് പറയുന്ന ചില കാര്യങ്ങളെ ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ പോകുകയാണ്. ഒരു സ്തോത്രം പറഞ്ഞേട്ടെ. അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എങ്ങനെ ഇതാ സംഭവിക്കുന്നത്? ഒന്ന് വായിച്ച സങ്കീർത്തനം 118:23 വരുമ്പോൾ, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഒന്ന് ഉറക്കെ ഒന്ന് വായിച്ചേ. നിനക്ക് വേണമെങ്കിൽ ഞാൻ ബൂസ്റ്റ് മേടിച്ചു തരാം. ഒന്നൂടെ പവറോട്ട് വായിക്കേ. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഓ, ഈ ദിവസങ്ങളിൽ നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമേറിയ ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോവുകയാണ്. സ്തോത്രത്തിന് പവറില്ല. അവർക്ക് മാത്രം, നിങ്ങൾക്ക് മേടിച്ചു തരാം. ഒരു പവറായിട്ടൊരു സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. അപ്പൊ ഈ ദിവസങ്ങളിൽ 5 പേർ എങ്ങനെ 100 പേരെ, 100 പേരെങ്ങനെ 10,000 പേരെ? നടക്കത്തില്ല, അല്ലേ? സാധ്യമല്ല, പറ്റത്തില്ല. പക്ഷെ ഇന്ന് കർത്താവ് പറയുന്നു, ഇത് യഹോവയാൽ. എങ്ങനെ 5 പേരെങ്ങനെ 100 പേരെ ഓടിക്കുന്നേ? യഹോവയാൽ സംഭവിക്കും. 5 പേരെങ്ങനെ 100 പേരെ ഓട്ടിക്കുന്നേ? 100 പേരെങ്ങനെ 10,000 പേരെ ഓട്ടിക്കുന്നേ? പറ്റുമോ മനുഷ്യന്റെ ബുദ്ധിക്ക്? എന്നാൽ സ്തോത്രം, സാധ്യതകളെല്ലാം നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുമ്പോ, എല്ലാ സാധ്യതകളും നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുമ്പോ, എല്ലാം നിനക്ക് എതിരായി നിൽക്കുമ്പോ, ഇന്ന് ദൈവാത്മാവ് നിന്നെ നോക്കി പറയുന്നു, യഹോവയാൽ ഈ ദിവസങ്ങളിൽ ചിലത് സംഭവിക്കാൻ പോവുകയാണ്. സ്തോത്രം. യഹോവയാൽ ചിലത് സംഭവിക്കാൻ പോകുന്നു. In the name of Jesus. അടുത്തിരിക്കുന്നു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമ്മൾ ആശ്ചര്യപ്പെടത്തക്ക നിലകളിൽ ദൈവത്തിന്റെ കൃപയാൽ, അതെ യഹോവയാൽ ഈ ദിവസങ്ങളിൽ നമ്മളെ കൊണ്ട് കഴിയാത്തത്, നമ്മളെ കൊണ്ട് സാധിക്കാത്തത്, നമ്മെ കൊണ്ട് പറ്റാത്തത്, നമ്മെ കൊണ്ട് നടക്കാത്തത്, നമുക്ക് അസാധ്യമായ ആ കാര്യത്തെ ഈ ദിവസങ്ങളിൽ എന്റെ ദൈവം നിനക്ക് സാധ്യമാക്കി തരാൻ പോകുന്നു. ഇത് യഹോവയാൽ സംഭവിക്കാൻ പോകുന്നു. അത് നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം കൂറുമാർ. ആമേൻ. ആശ്ചര്യപ്പെടത്തക്ക രീതിയിൽ നിന്റെ മുമ്പിൽ ചിലത് സംഭവിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. വേഗത്തിൽ ചില ഉദാഹരണങ്ങൾ പറയാം. 5000 പുരുഷന്മാർ മാത്രം, ബൈബിൾ പറയുന്നത് അങ്ങനെ,
പുരുഷന്മാർ മാത്രം 5000. ഇത് പോയിട്ടാ സ്ത്രീകളും കുട്ടികളും. സ്തോത്രം. ആമേൻ. ഇത് കെയിനെ പോലുള്ള കുറെ പേര് കിടന്ന് വിളിക്കുക, എനിക്ക് അപ്പം താ, എനിക്ക് വിശക്കുന്നു. 3 ദിവസമായി 3 ദിവസമായിട്ട് യേശുവിന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക. ഇവർക്ക് കൊടുക്കാൻ ആഹാരമില്ല. 3 ദിവസമായത് ഇവർ മറന്നുപോയി. സ്തോത്രം. തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഇവരിങ്ങനെ ഇരിക്കുക. സ്തോത്രം. ഇവരുടെ വിശപ്പ് ഇവർ മറന്നുപോയി. എല്ലാം ഇവർ മറന്നു. എന്നാൽ 3 ദിവസമായപ്പോൾ കർത്താവ് പറയാ, ഇവരെ ഇങ്ങനെ വിട്ടാൽ എന്ത് ചെയ്യും? ഇവർ വഴിയിൽ തളർന്ന് വീണുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. സ്തോത്രം. ആമേൻ. ഫിലിപ്പോസ് അന്ത്രയോസ് ഒക്കെ വന്നിട്ട് പറഞ്ഞു, പത്രോസിനോട് പറഞ്ഞു, പത്രോസ് യേശുവിനോട് പറഞ്ഞു, യേശു പറഞ്ഞു ഇത് മരുഭൂമിയാ. ഒടുവിൽ ആരോ വന്ന് പറഞ്ഞു, ഇവിടെ ഒരു ബാലകന്റെ കയ്യിൽ 5 അപ്പവും, മനസ്സിലായോ? 5 അപ്പവും 2 മീനും. മറുഭാഗത്ത് പുരുഷന്മാർ മാത്രം 5000. അല്ലേ? നമ്മൾ വായിച്ച വാക്യതല്ലേ? ഒരു ഭാഗത്ത് 5 പേർ, ഒരു ഭാഗത്ത് 100 പേർ. ഈ 5 പേര് നിന്ന് വേണം 100 എണ്ണത്തിന് ജയിക്കാൻ. അടുത്ത് ഇവിടെ 100, ഇവിടെ 10000. ഈ 100 പേര് നിന്ന് വേണം ഈ 10000ത്തെ ഓടിക്കാൻ. അല്ലേ? കർത്താവിന്റെ മുമ്പിൽ നോക്കിയേ, 5 അപ്പവും 2 മീനും, 5000 പുരുഷന്മാരും, പിന്നെ ബാക്കി സ്ത്രീകളും കുട്ടികളും. എങ്ങനെ എങ്ങനെ ഈ 5 അപ്പവും 2 മീനും യേശുവിന്റെ കയ്യിലോട്ട് കൊടുത്തു. ഇപ്പൊ എവിടെ ഇരിക്കുന്നേ? എവിടെ ഇരിക്കുന്നേ? യേശുവിന്റെ കയ്യിലോട്ട്. ഇന്നത്തെ ദൂത് ഞാൻ വിളിച്ചു പറയാം. നിന്നെ കൊണ്ട് സാധിക്കാത്ത കാര്യത്തെ, നിന്നെ കൊണ്ട് പറ്റാത്ത കാര്യത്തെ, നിന്നെ കൊണ്ട് നടക്കാത്ത കാര്യത്തെ ഇന്ന് കർത്താവിന്റെ കയ്യിലോട്ട് കൊടുക്ക്. ഓ, കർത്താവിന്റെ കയ്യിലോട്ട് കൊടുക്ക്. കർത്താവ് ചിലവ് ദൈവത്തിന്റെ കൃപയാൽ, യേശുവിന്റെ നാമത്തിനാൽ നിന്റെ ജീവിതത്തിൽ ഈ നാളുകളിൽ ചിലവ് സംഭവിക്കാൻ പോകുന്നു. ഇവിടെ ഇരുന്ന് കണക്ക് കൂട്ടുക. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാർക്ക്, 5 പേരെ കൊണ്ടല്ലേ, 5 പേരെ കൊണ്ട് 100 പേരെ എങ്ങനെ ഓടിക്കാം? പ്ലാൻ ചെയ്തുകൊണ്ട് കണക്ക് കൂട്ടലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയും ഹരിച്ചും കുടിച്ചും ഒക്കെ ഇവരെങ്ങനെയൊക്കെ എന്തൊക്കെ നോക്കിയിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. ഇന്ന് ദൈവാത്മാവിൽ പറയട്ടെ, നിന്നെ കൊണ്ട് സാധിക്കാത്തതിനെ, നിന്നെ കൊണ്ട് നടക്കാത്തതിനെ, നിന്നെ കൊണ്ട് പറ്റാത്തതിനെ ഇന്ന് കർത്താവിന്റെ കയ്യിലോട്ട് കൊടുക്ക്. ചിലത് സംഭവിക്കാൻ പോകുന്നു. ഓ, ജീസസ്. യഹോവയാൽ ചിലത് സംഭവിക്കാൻ പോകുന്നു. കർത്താവിൻ്റെ കൃപയാൽ ചിലത് സംഭവിക്കാൻ പോകുന്നു. കർത്താവിൻ്റെ കൃപയാൽ സംഭവിക്കാൻ പോകുന്നു. കർത്താവിൻ്റെ കൃപയാൽ ചിലത് സംഭവിക്കാൻ പോകുന്നു. ഏറ്റെടുക്കാമോ? കർത്താവിൻ്റെ കൃപയാൽ ചിലത് സംഭവിക്കാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ ചിലത് സംഭവിക്കുവാൻ പോകുന്നു ഈ നാളുകളിൽ. ഹല്ലേലൂയ. ഇന്നലെ വരെ നീ എത്ര കണക്ക് കൂട്ടിയിട്ടും, നീ എത്ര അധ്വാനിച്ചിട്ടും, നീ എത്ര ഓടിയിട്ടും, നീ എത്ര പരിശ്രമിച്ചിട്ടും, നീ എത്ര പ്ലാൻ ചെയ്തിട്ടും, നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ ഒന്നും കാണാൻ കഴിയാതെ, ഒന്നും പ്രാപിക്കാൻ കഴിയാതെ, ഒന്നും സംഭവിക്കാതെ, ഒന്നും നേടാൻ കഴിയാതെ ഈ നാളുകളിൽ നീ ശത്രുവിന്റെ മുമ്പിൽ, ആ വലിയ വിഷയത്തിന്റെ മുമ്പിൽ, ആ വലിയ പ്രതികൂലത്തിന്റെ മുമ്പിൽ, ആ വലിയ പോരാട്ടത്തിന്റെ മുമ്പിൽ ആമേൻ നീ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഇത് കർത്താവിന്റെ കയ്യിലോട്ട് കൊടുക്ക്. എങ്കിൽ ഇത്
യഹോവയാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം ആയിരിക്കുന്നു എന്ന് പറയത്തക്കവണ്ണം ആമേൻ. കർത്താവിൻ്റെ കയ്യിലോട്ട് നിന്നെ കൊണ്ട് കഴിയാത്തതിനെ യേശുവിൻ്റെ കയ്യിലോട്ട് കൊടുക്കാമെങ്കിൽ, ഈ ദിവസങ്ങളിൽ നിന്നെ കൊണ്ട് നടക്കാത്തതിനെ കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുക്കാമെങ്കിൽ, ഇത് യഹോവയാൽ സംഭവിക്കുന്നു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യപ്പെടുമാർ. ആമേൻ. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാം. സഖറിയാ പ്രവചന പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം ഒന്ന് വേഗത്തിൽ വായിച്ചേ. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, സെരുബ്ബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിത്. സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാലത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അടുത്ത വായിച്ചോ. സെരുബ്ബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ, നീ മരുഭൂമിക്കായി നീ സമഭൂമിയായി തീരും. അതിന് കൃപ എന്നാർപ്പോട് കൂടെ അവൻ ആണിക്കല്ല് കയറ്റി. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആർ? പർവ്വതത്തിന്റെ മുമ്പിൽ ചെന്ന് എങ്ങനെയാ ബ്രദറെ നോക്കുന്നേ? ഇങ്ങനെയാണോ അല്ലേ? നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വിഷയം വലുതല്ലേ? അല്ലേ? നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത കാര്യങ്ങളല്ലേ മുമ്പിൽ കിടക്കുന്നേ? നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത വിഷയങ്ങളല്ലേ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നേ? നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് ഒന്നും സംഭവിക്കുന്നില്ലല്ലോ, അല്ലേ? എന്നാൽ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, സൈന്യത്താലല്ല ശക്തിയാലും അല്ല, എന്റെ ആത്മാവിനാൽ. എന്റെ ആത്മാവിനാൽ. റെഡിയായിക്കോ. സൈന്യത്താലല്ല ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ ഈ പർവ്വതത്തിന്റെ താഴെ ആണിക്കല്ല് കയറ്റാൻ നീ റെഡിയായിക്കോ. കൃപ എന്നാർക്കത്തക്കവണ്ണം. സ്തോത്രം. വലിയ വിഷയല്ലേ? ഉയർന്നു നിൽക്കുകയല്ലേ വിഷയം? നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തത്ര വലിയ വിഷയത്തിന്റെ മുമ്പിലല്ലേ നിൽക്കുന്നേ? നീ എത്രയൊക്കെ കണക്ക് കൂട്ടിയിട്ടും നിന്റെ മുമ്പിൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. ഒരു വിടുതൽ കാണാൻ പറ്റുന്നില്ലല്ലോ. പ്രതീക്ഷിക്കുന്നത് പോലെ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. എന്നാൽ കർത്താവ് പറയുന്നു, സൈന്യത്താലല്ല ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ ചിലത് സംഭവിക്കാൻ പോകുന്നു. ഈ ദിവസങ്ങളിൽ കൃപ എന്നൊരാർപ്പ്. മനസ്സിലായില്ല? കൃപ എന്നൊരാർപ്പ് നിന്റെ പ്രശ്നത്തിന്റെ മുമ്പിൽ, നിന്റെ പ്രശ്നത്തിന്റെയും നടുവിൽ കൃപ എന്നൊരാർപ്പ് ഈ നാളുകളിൽ ഉയരത്തക്കവണ്ണം സൈന്യത്താലല്ല ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ ആ മഹാപർവ്വതങ്ങളെ നിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ആ വലിയ വിഷയത്തെ നിന്റെ മുമ്പിൽ സമഭൂമിയാകുന്നത് ഈ ദിവസങ്ങളിൽ നീ കാണാൻ പോവുകയാണ്.
നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത, നിന്നെ കൊണ്ട് യാതൊന്നും ചെയ്യാൻ കഴിയാത്ത ആ വലിയ വിഷയത്തിന്റെ മുൻപിൽ ഇരുന്ന് കരയാനല്ല, നെടുവീർപ്പിടാനല്ല, വേദനിക്കാനല്ല, കൃപ മാർക്കാൻ. ഇത് സൈന്യത്താലല്ല, ഇത് ശക്തിയാലുമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ. ഈ ദിവസങ്ങളെ കൃപയുടെ ആർപ്പുയരട്ടെ. ഇത് സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ ഈ ദിവസങ്ങളിൽ നിന്റെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന നിന്നേക്കാൾ വലിയ വിഷയം, നിന്നേക്കാൾ വലിയ പ്രതികൂലം, നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ ആ വലിയ വിഷയം, ആ വലിയ പർവ്വതം, ആ വലിയ പ്രതിസന്ധി, ആ വലിയ പ്രതികൂലം, ആ വലിയ വിഷയത്തിന്റെ മുമ്പിൽ ഇതാ നിനക്ക് എന്റെ ദൈവം ഒരു ജയം അതിന്റെ മേൽ തരാൻ പോകുകയാണ്. കൃപ എന്ന് ആർപ്പെടുന്ന ദിവസങ്ങൾ. നിന്റെ അകത്ത് കിടക്കുന്ന വെളിപ്പാട്, നിന്റെ അകത്ത് കിടക്കുന്ന ദർശനം, ഈ നാളുകളിൽ നിന്റെ ഉള്ളിൽ കിടക്കുന്ന ചില പ്ലാനുകൾ ഈ ദിവസങ്ങളിൽ യേശുവിൻ നാമത്തിൽ അത് അപ്ലൈ ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നിന്റെ മുമ്പിൽ ആ പർവ്വതങ്ങളെ നീക്കി അതിനെ സമഭൂമിയാക്കി. പലപ്പോഴും നിന്റെ അകത്ത് കിടക്കുന്ന ദർശനത്തിന് ഈ പർവ്വതം പലപ്പോഴും തടസ്സമാകുന്നുണ്ട്. നിന്റെ അകത്ത് കിടക്കുന്ന വെളിപ്പാടിന്, നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾക്ക്, നിന്റെ മേൽ കിടക്കുന്ന വിളിക്ക്, നിന്റെ മേൽ കിടക്കുന്ന തിരഞ്ഞെടുപ്പിന് ചില പർവ്വതങ്ങൾ പോലെ, പർവ്വതങ്ങൾക്ക് സമമായ ചില ഉയർന്നു നിൽക്കുന്ന പല വിഷയങ്ങൾ, പല വ്യക്തികൾ, ചില സാഹചര്യങ്ങൾ, ചില സംഭവങ്ങൾ, നിന്റെ ജീവിതത്തിലെ പല വാഗ്ദത്തങ്ങൾക്കും, നിന്റെ ഭാവിക്ക്, നിന്റെ മേൽ കിടക്കുന്ന ദർശനത്തിന്, നിന്റെ മേൽ കിടക്കുന്ന വെളിപ്പാടിന്, നിന്റെ മേൽ കിടക്കുന്ന വിളിക്ക്, നിന്റെ മേൽ കിടക്കുന്ന തെരഞ്ഞെടുപ്പിന് പലപ്പോഴും അത് തടസ്സമായി നിൽക്കുന്നു. എന്നാൽ ഇന്ന് കർത്താവ് ഇങ്ങനെ വിളിച്ചു പറയുന്നു, കൃപ എന്ന് ആർത്തും കണ്ട് ആണിക്കല്ല് കയറ്റത്തക്ക വണ്ണം ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ചില കാര്യങ്ങളിൽ ഒരു വലിയ വ്യത്യാസങ്ങൾ, വലിയ വിടുതലുകൾ ഈ ദിവസങ്ങളിൽ നിന്റെ കൺമുൻപിൽ നീ കാണുന്ന ദിവസങ്ങൾ. ജീസസ് ഏറ്റെടുത്തോ. ഇന്നലകളിൽ പർവ്വതങ്ങൾ കണ്ടമേ, പ്രതികൂലങ്ങൾ കണ്ടമേ, പ്രശ്നങ്ങൾ കണ്ടമേ, പ്രതിസന്ധികൾ കണ്ടമേ. ഇനി നീ അതല്ല കാണുന്നത്. ആ പർവ്വതങ്ങൾ ഉയർന്നു നിന്ന സ്ഥാനത്ത് ഒരു സമഭൂമി നിനക്ക് വേണ്ടി ഒരുങ്ങുന്നു. നിന്റെ ദർശനത്തിന് വേണ്ടി, നിന്റെ പണിക്ക് വേണ്ടി, നിന്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി, നിന്റെ ദർശനത്തെ ഫുൾഫിൽ ചെയ്യുവാൻ ഒരു സമഭൂമി. നിന്റെ ഭാവിയെ ഫുൾഫിൽ ചെയ്യുവാൻ ചില ദർശനങ്ങളെ ഈ ദിവസങ്ങളിൽ യാഥാർത്ഥ്യമാക്കാൻ ചില സമഭൂമികൾ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മുമ്പിൽ ഒരുക്കുന്നത്. മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ സെരുബാബേലിന്റെ പേരിന്റെ സ്ഥാനത്ത് നിന്റെ പേര് ഞാൻ ചേർക്കുന്നു, നിന്റെ പേര് ഞാൻ ചേർക്കുന്നു. നിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ അത് സമഭൂമി, അത് സമഭൂമിയായി തീരും. അതിന് കൃപ എന്ന ആ പേര് കൂടെ റെഡിയായിക്കോ. കൃപ മാർപ്പോട് കൂടെ, കൃപ മാർപ്പോട് കൂടെ. നീ കരഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ശത്രു ആഗ്രഹിച്ചു. നീ നെടുവീർപ്പിട്ടുകൊണ്ട് ഇരിക്കുമെന്ന് ശത്രു നിന്നെ കുറിച്ച് ചിന്തിച്ചു. നീ ഭാരപ്പെട്ട് താടിക്ക് കൈ
കൈയും കൊടുത്ത് ഇരിക്കുമെന്ന് ശത്രു നിന്നെ കുറിച്ച് ചിന്തിച്ചു. അതേ സ്ഥാനത്ത് കൃപയുടെ ആർപ്പ് നിന്റെ കൂടാരത്തിൽ നിന്ന്, കൃപയുടെ ആർപ്പ് നിന്റെ ഭവനത്തിൽ നിന്ന് ഈ ദിവസങ്ങൾ ഉയരുന്നത്. ഞാൻ ആത്മാവിൽ അനുഭവിക്കുന്നു. ഏതൊക്കെ വീടുകളിൽ ദൈവത്തിന്റെ ഗ്രേസ്, the grace of God, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ഗ്രേസ് ഇന്ന് ഇറങ്ങി വരുന്നത്. കൃപ ചലിക്കട്ടെ, കൃപ ചലിക്കട്ടെ, കൃപ ചലിക്കട്ടെ, കൃപ ചലിക്കട്ടെ. ദൈവത്തിന്റെ കൃപ ചില വീടുകളിൽ ചലിക്കട്ടെ, ദൈവത്തിന്റെ കൃപ ചില ഭവനങ്ങളിൽ ചലിക്കട്ടെ, ദൈവത്തിന്റെ കൃപ ചില തലമുറകളിൽ ചലിക്കട്ടെ. യെസ്, യെസ്. സ്വീകരിച്ചോ, സ്വീകരിച്ചോ. നീ കൈവയ്ക്കുന്നതിലൊക്കെ ഇന്നലകൾ നഷ്ടമാണ് നീ കണ്ടേ. നീ കൈവച്ചതിലൊക്കെ ഇന്നലകളിൽ മോശം അനുഭവങ്ങളാണ് നിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. പക്ഷേ ദൈവം പറയുന്നു ഈ ദിവസങ്ങളിൽ കൃപ കളിക്കാൻ പോവുകയാണ്. ആ മേഖലകളെല്ലാം കൃപ കളിക്കാൻ പോവുകയാണ്. 5 പേരെ കൊണ്ട് 100 പേരെ എങ്ങനെ ഓടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചില്ലേ? 100 പേരെ കൊണ്ട് 10,000 പേരെ എങ്ങനെ ഓടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചില്ലേ? 5 അപ്പവും 2 മീനും കൊണ്ട് 5,000 പേരെ എങ്ങനെ പോഷിപ്പിക്കാൻ കഴിയുമെന്ന് ചോദിച്ചില്ലേ? ഇത് യഹോവയാൽ സംഭവിക്കും, ഇത് യഹോവയാൽ സംഭവിക്കും. ഇത് നിന്റെ ബുദ്ധിക്ക് നടക്കത്തില്ല, ഇത് നിന്റെ പൊട്ട ബുദ്ധിക്ക് ഇത് നടക്കത്തില്ല. പക്ഷെ ഇത് ദൈവത്താൽ സംഭവിക്കും, ഇത് ദൈവത്താൽ സംഭവിക്കും. മനുഷ്യന് നടക്കാത്തത്, മനുഷ്യന് നടക്കാത്തത്. മനുഷ്യ, നിന്റെ ബുദ്ധിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ അൺലിമിറ്റഡായ യൂണിവേഴ്സലായ ദൈവത്തിന്റെ പ്രവർത്തികൾ ഇത് യഹോവയാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ mighty Lord, in the name of Jesus. എല്ലാവരും പ്രാർത്ഥിച്ചാണ്, എല്ലാവരും പ്രാർത്ഥിച്ചാണ്.